കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 5 വർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. രാവിലെ 9 മണിക്ക് പോളിംഗ് തുടങ്ങി. LDFിന്റെയും BJPയുടെയും പാനലാണ് മത്സരരംഗത്തുള്ളത്. വൈകുന്നേരം 3 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. MS ലിഷോയി ഉണ്ട്. ലിഷോയി, വലിയ തോതിലുള്ള തട്ടിപ്പ് കരുവന്നൂർ ബാങ്കിൽ സംഭവിച്ചിരുന്നു. ED ഉൾപ്പെടെ അന്വേഷിച്ചതാണ്. CPM നേതൃത്വം വലിയ തോതിൽ പ്രതിരോധത്തിലായ വലിയൊരു നിക്ഷേപ പ്രശ്നം കൂടിയായിരുന്നു അത്. ഈ തിരഞ്ഞെടുപ്പിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? രതീഷ്, കഴിഞ്ഞ 5 വർഷം മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് അവിടുത്തെ നിലവിലെ ഭരണസമിതിയെ സർക്കാർ പിരിച്ചുവിട്ടത്. അതായത് അതിന് മുൻപ് 5 വർഷം മുൻപാണ്. അതായത് ആകെ 10 വർഷത്തോളമായി ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്. ഇപ്പോൾ ഇത്തവണ ഈ കരുവന്നൂർ സഹകരണ ബാങ്കിലേക്ക് LDFിൻ്റെ പാനലും അതുപോലെ തന്നെ BJPയുടെ പാനലുമാണ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. അത് വലിയ തോതിൽ ചർച്ചയാവുക മാത്രമല്ല, നിരവധിയായ ആളുകളുടെ ജനകീയ പ്രശ്നങ്ങൾ, അതായത് അവരുടെ ജീവിത പ്രശ്നങ്ങളൊക്കെ തന്നെ നിരവധിയായി ചർച്ച ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വീണ്ടും കളമൊരുങ്ങുന്നത്. അങ്ങനെ ഇന്ന് രാവിലെ 9 മണിക്ക് തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. 13 അംഗങ്ങളുള്ള ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 11 ഇടത്തേക്കാണ് 11 ഭരണസമിതി അംഗങ്ങളുടെ കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2 പേർ LDFിലെ 2 പേർ എതിരില്ലാതെ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ്, അതായത് UDF ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. തങ്ങൾ പാനൽ നിർത്തുന്നില്ല എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞത്. കാരണം അത്തരത്തിൽ ഈ കരുവന്നൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഒരു ഭരണസമിതിയെ രൂപീകരിക്കുന്നത് അത് തീർത്തും അത് നീതികേടാണ്. അത് ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഗുണവും ലഭിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. 3 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് അവസാനിക്കും. അതിനുശേഷമായിരിക്കും വോട്ടെണ്ണൽ നടക്കുക. വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ ഒറ്റുനോക്കുന്നത്. കൂടാതെ നിരവധി പ്രതിഷേധങ്ങളൊക്കെ തന്നെ LDFിനെതിരെയും CPMനെതിരെയും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ ഒരു ഘട്ടത്തിലൊക്കെ തന്നെ LDFിന് വലിയ കാര്യമായ നഷ്ടം അല്ലെങ്കിൽ കാര്യമായ തിരിച്ചടി ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ആ ഒരു ഇടത്ത് LDFിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും വൈകുന്നേരത്തോടു കൂടി വോട്ടെണ്ണൽ പൂർത്തിയായി നമുക്ക് കരുവന്നൂരിൽ ആരായിരിക്കും പുതിയ ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്. സഹകരണ സംഘങ്ങളിൽ സാധാരണ ആരാണോ ആ സഹകരണ സംഘത്തെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അവരുമായി ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ അംഗത്വം ഉണ്ടാകുക. സാധാരണ നിലയിൽ സഹകരണ സംഘങ്ങളിൽ അത്തരം ഭരണമാറ്റം എളുപ്പമല്ല. പക്ഷേ ഇവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നത് ഫലം വരുമ്പോൾ അറിയാം.